Welcome back. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മനോഹരമായിട്ടുള്ള റെഡ് ജെയ്ഡ് വൈനിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചെടിയാണ് ഇത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടോ, ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം വയനാട്ട് പോകുന്ന വഴിക്ക് പുതുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് കാണാൻ ഇടയായത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പം തീർച്ചയായിട്ടും അവിടെ കയറണം എന്ന് വിചാരിച്ചു, കയറുകയും ചെയ്തു. പക്ഷേ എനിക്ക് തൈ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറയാൻ വെച്ചാൽ അഗ്രോ ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഗ്രീൻ വാലി കർഷക സേവന കേന്ദ്ര. ഇത് പുതുപ്പാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളും പോട്ട്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മെയിൻ അട്രാക്ഷൻ ഞാൻ ഈ ഒരു ചെടി കണ്ടപ്പോഴാണ് ഞാൻ അവിടെ നിർത്തിയത് കേട്ടോ. അപ്പോൾ ശരിക്കും തൈകൾ അവർ ഉണ്ടായില്ല, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് സീഡ്സ് വഴിയൊന്നും അവർക്ക് സംഭവം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കൂടാതെ ഇത് എയർ ലെയറിങ് വഴിയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അത് കാരണം അവരുടെ കയ്യിൽ തൈകളില്ല. എന്തായാലും ഇനി വരും എന്നാണ് പറഞ്ഞത്. ഏതായാലും എനിക്ക് ഭാഗ്യമില്ല, എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു തൈ. എന്തായാലും നിങ്ങൾക്കും ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പേരുകളുള്ള ഒരു ചെടിയാണ് റെഡ് ജെയ്ഡ് വൈൻ, ക്വീൻ ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ്, എമറാൾഡ് വൈൻ, അങ്ങനെ ഒരുപാട് പേരുകളുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിൽ നമ്മൾ വെക്കുക. അതായത് അതിൻ്റെ റൂട്ട്സിനോ കാര്യങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. അതായത് വെക്കുന്ന പൊസിഷൻ എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള പൊസിഷൻ ആയിരിക്കുക. അത്യാവശ്യം നന്നായിട്ട് ബ്രൈറ്റ് വെളിച്ചം കിട്ടണേ അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടണ ഒരു ഏരിയയിൽ വെച്ചാലാണ് നന്നായിട്ട് പൂക്കളിടുക. മാസത്തിൽ 1-2 തവണ ഫെർട്ടിലൈസേഷൻ കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. ശരിക്കും നമ്മളെ നാട്ടിൽ ഇത് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ, ഫിലിപ്പൈൻസ് പോലത്തെ സ്ഥലങ്ങളിൽ, ട്രോപ്പിക്കൽ ഫോറസ്റ്റിലൊക്കെയാണ് ഇത് കാണുക. അങ്ങനെ വയനാട് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇത് കാണുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഏരിയ അത്ര ഒരു തണുപ്പുള്ള ഏരിയ ഒന്നുമല്ല ഈ പുതുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ ഇവിടെയും നന്നായിട്ട് ഇത് ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് പരിചയമുള്ള വേറെ ഒരാളുടെ കയ്യിലും ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലവർ ചെയ്യാത്തത് കാരണം അവരത് കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒരുപാട് ഏരിയയിലേക്ക് ഇത് പടർന്ന് പിടിക്കുമല്ലോ. അപ്പോൾ ഇവർക്കും ഇത് ഇത്തവണയാണ് ഇത് ആദ്യമായിട്ട് പൂവിട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പൂക്കളേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഒക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വർഷത്തിലൊരിക്കലൊക്കെയാണ് ഇത് പൂവിടുക എന്നാണ് നമുക്ക് പറയുന്നത്. പക്ഷേ ചിലവർക്കൊക്കെ 1, 2, 4 തവണ വരെ പൂവിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ നമ്മളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലും ഇത് ഉണ്ടാവണം തന്നെയാണ്. എന്തായാലും എനിക്കും ഇത് മേടിക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ എന്തായാലും തൈകളില്ല, തൈ വരുമെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ശരിക്കും പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2 to 3 വീക്സ് ഇത് ഉണ്ടാകും. പിന്നെ മൊട്ടുകൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1-1.5 മാസം പിടിക്കും അത് പൂക്കളായിട്ട് വിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഏകദേശം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണ് ശരിക്കും ഇത് കൂടുതലായിട്ട് പൂക്കുന്ന ഒരു സമയം. ശരിക്കും ഒരു കൊലയിൽ തന്നെ 60 മുതൽ 80 എതളുകൾ വരെ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ എണ്ണി നോക്കിയിട്ടില്ല, അവർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനിത് നട്ടപ്പോൾ ചിലപ്പം ആ വേരിനെയൊക്കെ ഇളക്കം കുടുങ്ങിയിട്ടുണ്ടാകണം. അപ്പോൾ ശരിക്കും നമ്മൾ നടുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നട്ട് കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എന്തായാലും 1-2 വർഷത്തിനുള്ളിൽ പൂവിടും. അപ്പോൾ ആ ഒരു റൂട്ടിൻ്റെ താഴത്തെ ഭാഗം, ആ റൂട്ട് ബോൾ ഉണ്ടല്ലോ, അതൊരിക്കലും ഇളകി പോവാതെ ഇരിക്കുക പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഡ്രൈ ആയി പോകരുത് എന്നാണ് എന്തായാലും വേണം. അതായത് നല്ല വേനൽ സമയത്തൊക്കെ നല്ലതായിട്ട് നനച്ചു കൊടുക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നോട് ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.